എങ്ങനെയാണ് നമുക്കൊരു ഒബ്ജക്റ്റീവ് എഴുതാൻ വേണ്ടിയിട്ട് പറ്റുന്നത്? പൊതുവിൽ രണ്ട് തരത്തിലുള്ള ഒബ്ജക്റ്റീവ് ഉള്ളത്. ഒന്ന് നമ്മൾ ജനറൽ ഒബ്ജക്റ്റീവ് എന്ന് പറയും, രണ്ട് സ്പെസിഫിക് ഒബ്ജക്റ്റീവ്. ജനറൽ ഒബ്ജക്റ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ സ്റ്റഡി മൊത്തത്തിൽ എന്ത് കാര്യമാണ്, എന്ത് എയിമിലാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളതിനെയാണ് നമുക്ക് ജനറൽ ഒബ്ജക്റ്റീവ് എന്ന് പറയാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ സ്പെസിഫിക് ഒബ്ജക്റ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നതാ, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഇതെങ്ങനെ നമ്മൾ അച്ചീവ് ചെയ്യുന്നു എന്നുള്ളതാണ് സ്പെസിഫിക് ഒബ്ജക്റ്റീവിനകത്ത് ചെയ്യുന്നത്. നമ്മൾ ഔട്ട്കം ബേസ്ഡ് ലേണിംഗിലൊക്കെ പറയുന്ന പോലെ ഇതൊരു ഹൈറാർക്കിക്കൽ ആയിട്ടുള്ള ഒരു ടോപ്പോഗ്രഫി ആയിരിക്കും ഇവിടെ ഉപയോഗിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പെസിഫിക് ഒബ്ജക്റ്റീവ് ഏറ്റവും സ്മോൾ ആയിട്ടുള്ളത് സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ ടുവേർഡ്സ് എൻഡിൽ നമ്മൾ ജനറൽ ഒബ്ജക്റ്റീവിലേക്ക് എത്തുന്ന രീതിയിലാണ് ഫോർമുലേറ്റ് ചെയ്യുന്നത്. അതായത് നമ്മൾ സ്ട്രാറ്റജിക് ആയിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ റിസർച്ചിന്റെ ഫുൾ പർപ്പസിലേക്ക് റീച്ച് ചെയ്യുന്നു എന്ന രീതിയിലായിരിക്കും നമ്മൾ സ്പെസിഫിക് ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യുന്നത്. സോ ഹയർ ഓർഡർ ആയിട്ടുള്ള അഡ്വർബ് ആയിരിക്കും നമ്മൾ ലാസ്റ്റ് ഉപയോഗിക്കുന്നത് ആൻഡ് സ്റ്റാർട്ട് വിത്ത് ലോവർ ഓർഡർ അഡ്വർബ്സ്. പല സ്റ്റഡിയിലും പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എസ്പെഷ്യലി ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് സ്റ്റഡീസ് ബോത്ത് വിൽ സേ ലൈക്ക് വി നീഡ് ടു സ്റ്റാർട്ട് ഫ്രം മെൻഷനിങ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ പാർട്ടിസിപ്പൻസ്. ഇത് പൊസിഷനാലിറ്റിയെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളാണ് ഇങ്ങനെ പറയുന്നത്. പൊസിഷനാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാലോ അല്ലേ, ഞാൻ എങ്ങനെയാണ് എന്നെ പൊസിഷൻ ചെയ്യുന്നത് എന്നുള്ളത്. ഞാൻ അടുത്ത വീഡിയോയിൽ എന്താണ് പൊസിഷനാലിറ്റി എന്നുള്ളത് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ പൊസിഷനാലിറ്റിയെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളാണ് ടു അണ്ടർസ്റ്റാൻഡ് ദ ഡെമോഗ്രഫിക് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ പാർട്ടിസിപ്പൻസ് എന്നുള്ളത് ഫസ്റ്റ് സ്പെസിഫിക് ഒബ്ജക്റ്റീവ് ആയിട്ട് എഴുതണമെന്ന് പറയുന്നത്. ബാക്കിയുള്ള ആളുകൾ പറയുന്നത് എന്താണ്, നേരെ നമുക്ക് നമ്മളുടെ ടോപ്പിക്കായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവിലേക്ക് സ്റ്റാർട്ടിങ്ങിനെ പോകാനുള്ളതാണ് ബാക്കിയുള്ള സ്കൂൾ ഓഫ് തോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ രണ്ട് രീതിയിലും ചെയ്യാം, രണ്ട് രീതി ചെയ്ത് കഴിഞ്ഞാലും പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ഹൗ വി റൈറ്റ്.